ഞാൻ വ്യക്തമായിട്ട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞു തന്നെ ഇപ്പോൾ പറയുന്നുള്ളൂ. കേട്ടില്ലേ? ഒരു കാര്യവും ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ തെളിവുണ്ടല്ലോ, അത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കയ്യിലുണ്ട്, അത് കൊടുക്കാം. വടകരയിലെ ഫലത്തിൽ വളരെ ഗുണപരമായിട്ടുണ്ടാകും. കാരണം സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും എനിക്കെതിരായി നടത്തി എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നല്ല ധാർമ്മികതയുള്ള മനുഷ്യരുടെ മനസ്സിൽ അതിൽ പ്രതിഷേധമുണ്ട്. ചിലരെ എന്നെ വിളിച്ചിരുന്നു, എൻ്റെ പാർട്ടിയിലൊന്നും പെടാത്ത ആളുകൾ. ടീച്ചർ, ഞങ്ങൾ ചിലത് കണ്ടു, പക്ഷേ അതിലൊന്നും വിഷമിക്കരുത്, അത് തെറ്റാണ്, ഞങ്ങൾക്കെല്ലാം അതിൽ എതിർപ്പുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഉന്നതരായ നേതാക്കളൊന്നുമല്ല, പ്രാദേശികമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം പ്രവർത്തനം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ബൂമറാങ്ങായിട്ട് വരും, അവർക്ക് തന്നെ ദോഷം ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്, വീഡിയോ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു, പക്ഷെ പിന്നീട് വീഡിയോ ഇല്ലെന്ന് ടീച്ചർ പറയുന്നു. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഷാഫി പറമ്പിലെ ഇന്നലെ ടീച്ചറിന്റെ പ്രസ് മീറ്റിന് ശേഷം പറയുന്നത്. ഞാൻ വ്യക്തമായിട്ട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞു തന്നെ ഇപ്പോൾ പറയുന്നുള്ളൂ. കേട്ടില്ലേ? ഒരു കാര്യവും ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ തെളിവുണ്ടല്ലോ, അത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കയ്യിലുണ്ട്, അത് കൊടുക്കാം. ഏറെ പ്രതീക്ഷയോടെ പ്രവർത്തനങ്ങളുടെ പിൻബലത്തിൽ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു 15 സീറ്റിന് അപ്പുറം പ്രതീക്ഷിക്കുകയാണ് വടകര ഉൾപ്പെടെ എന്ന് പറയുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ കുറച്ചു മുമ്പേ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ഒരു നേതാവ് പറയുകയാണ്, കാരണം സീറ്റുകൾ കുറഞ്ഞാൽ അല്ലെങ്കിൽ നിയതമായിരിക്കുന്ന ഒരു വോട്ടിംഗ് സംവിധാനം കിട്ടാതെ പോയി കഴിഞ്ഞാൽ ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന, ആ ചിഹ്നം പറയാനില്ല, നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. ഇത് പാർട്ടിക്കകത്തും അതുപോലെ തന്നെ LDF-ന് ഏറി വന്നാൽ LDF-നകത്തും ആളുകളെ സുസജ്ജരാക്കാൻ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് പ്രതികൂലമായിട്ട് വരില്ലേ? അതെന്ത് പ്രതികൂലം ഉണ്ടാവാനാണ്? അതായത് ഇതൊന്നും പാർട്ടി എവിടെയെങ്കിലും അങ്ങനെ ഞാനിരിക്കുന്ന ഒരു കമ്മിറ്റിയിലും ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. പിന്നെ അത് എന്താണ് നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ മറ്റുള്ളവരെ എതിരാളികളെ ഏറ്റെടുക്കുന്നത്. കാരണം ഈ മത്സരം രാജ്യത്ത് ഈ ബദൽ സംവിധാനത്തിന് വേണ്ടിയല്ല, മറിച്ച് നിലനിൽപ്പിന് വേണ്ടിയാണ്, ചിഹ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മത്സരം എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാക്കിയെടുക്കുന്നതിന് അത് കാരണമായി വന്നിട്ടില്ല. ഒരു കാരണമായിട്ടില്ല. കാരണം നിങ്ങളാരെ കൊണ്ടാ പറയുന്നത്? ഏകദേശം നിങ്ങളെല്ലാം ഇങ്ങനെ ആളെ പേരും പറയുന്നില്ല, കാര്യവും പറയാണ്ട് പറയാം. അല്ല, എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ വിളിക്കാനും എനിക്ക് നേരം കിട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിനിടയിൽ. ഞാൻ ഭാരതഭവനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കേട്ടില്ലേ. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല വിഷയത്തെക്കുറിച്ച്. ഞങ്ങളുടെ കമ്മിറ്റിയിലൊന്നും അങ്ങനെ യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വെച്ചിട്ട് ഈ നാടിന് വേണ്ടി തന്നെയാണ്. ടീച്ചറെ, തലശ്ശേരിയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. തലശ്ശേരി മൈസൂർ റെയിൽ എന്ന് പറഞ്ഞ തലശ്ശേരിക്കാരുടെ ഒരു വലിയ സ്വപ്നമാണ്, വലിയ വികസന സാധ്യതയുള്ള കുറേ വർഷങ്ങളായിട്ട്. ഇപ്പോൾ മാഹി ബൈപ്പാസ് പറയുന്നല്ലോ, അത് ഒടുവിൽ യാഥാർത്ഥ്യമായി. തലശ്ശേരി മൈസൂർ റെയിൽവേയുടെ കാര്യത്തിൽ ടീച്ചറുടെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടാണുള്ളത്? ഉറപ്പായിട്ടും ഞാൻ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റി അംഗമൊന്നും അല്ലെങ്കിലും അതിൻ്റെ കൂടെ ശബ്ദിച്ചിട്ടുള്ള ഒരാളാണ്. MLA ആയിരുന്നപ്പോൾ ഞാനിപ്പോഴും തലശ്ശേരി മൈസൂർ റെയിൽവേ നിലവിൽ വരണം എന്ന ആഗ്രഹമുള്ള ആളാണ്. അത് വേറെ ഏതെങ്കിലും ഒരു പാത ഇല്ലാണ്ടാക്കിയിട്ടില്ല. നഞ്ചങ്കോട്, നിലമ്പൂരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആ പാതകളും വേണം. അത് എടുത്തിട്ട് ഇങ്ങോട്ട് തരാനൊന്നുമല്ല. തലശ്ശേരി മൈസൂർ റെയിൽവേ എനിക്ക് വൈകാരികമായിട്ട് തന്നെ അതിനോടൊരു കാര്യമുണ്ട്. എൻ്റെ വീട് ഇരിട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്താണ്, മാടത്തിൽ. ഞങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കുറ്റി ഉണ്ടായിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ട് അവർ സർവേ നടത്തിയിട്ട് റെയിൽവേ കുറ്റി നമ്മൾ പറഞ്ഞിരുന്നതിന്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നത് അതിൽ. അപ്പോൾ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു, വീട്ടിൻ്റെ പിന്നിലൂടെ നാളെ തീവണ്ടി ഇങ്ങനെ മൈസൂരേക്ക് പോകും എന്നൊക്കെ സ്വപ്നം കാണാറുണ്ട്. മാത്രമല്ല അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മലബാർ മേഖലയാകെ മൈസൂരൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല പാതയായിരിക്കും അത് വരുന്നത് വളരെ ഉചിതമായിരിക്കും എന്നുള്ള അഭിപ്രായമുണ്ട്. ഏതായാലും അതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും. എന്നാൽ അത് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരെങ്കിലും എൻ്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു റെയിൽപാതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായി കൊണ്ടല്ല, അതുകൂടി അംഗീകരിച്ചുകൊണ്ടായിരിക്കും ഞാൻ ആ പരിശ്രമം നടത്തുക.